ഇസ്രായേലിലേക്ക് അമേരിക്കയുടെ ആയുധങ്ങൾ നിറച്ച കപ്പലുകൾ എത്തി. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിർത്തിവെച്ചതും നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുനഃസ്ഥാപിച്ചതുമായ ആയുധ ഇറക്കുമതിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. വൻ പ്രഹരശേഷിയുള്ള 2000 LB ബോംബുകൾ തുടങ്ങിയ അത്യാധുനിക യുദ്ധോപകരണങ്ങളാണ് US ഇസ്രായേലിന് കൈമാറിയത്. തെക്കൻ ഇസ്രായേലിലെ അഷ്ദൂദ് തുറമുഖത്താണ് ആയുധങ്ങൾ നിറച്ച കൂറ്റൻ അമേരിക്കൻ കപ്പൽ എത്തിയത്. MK-84 2000 LB ജനറൽ പർപ്പസ് എയർക്രാഫ്റ്റ് ബോംബുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ, യുദ്ധ ഉപകരണങ്ങൾ കപ്പലിൽ ഉണ്ടായിരുന്നു. ഇസ്രായേൽ പ്രതിരോധ സേന ടെക്നോളജി ആൻഡ് ലോജിസ്റ്റിക് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ യുദ്ധോപകരണങ്ങൾ ഏറ്റുവാങ്ങി ഇസ്രായേൽ എയർഫോഴ്സ് ബേസുകളിലേക്ക് മാറ്റി. ഇസ്രായേലിലെത്തിയതും ട്രംപ് ഭരണകൂടം പുറത്തിറക്കിയതുമായ യുദ്ധോപകരണങ്ങളുടെ വിതരണം വ്യോമസേനയ്ക്കും IDF-നും ഒരു പ്രധാന സ്വത്താണെന്നും ഇത് ഇസ്രായേലും US-ഉം തമ്മിലുള്ള ശക്തമായ ബന്ധത്തിന്റെ കൂടുതൽ തെളിവാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിനും അവരുടെ ഉറച്ച പിന്തുണയ്ക്കും നന്ദി പറയുന്ന കാറ്റ്സ് തങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരും എന്ന് ആവർത്തിച്ചു. പ്രതിരോധ മന്ത്രാലയവും IDF-ഉം ഇസ്രായേൽ സൈന്യത്തിനു വേണ്ടി യുദ്ധോപകരണങ്ങൾ വാങ്ങുന്നതിനും ശേഖരിക്കുകയും ചെയ്യുന്ന നിരന്തരമായ ശ്രമങ്ങൾ തുടരുകയാണ്. ഇതുവരെ 678 വിമാനങ്ങളിലും 129 കപ്പലുകൾ വഴിയും 76,000 ടൺ സൈനിക ഉപകരണങ്ങൾ ഇസ്രായേലിൽ എത്തിച്ചിട്ടുണ്ട്. ഇത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമ സമുദ്ര വിതരണ ഓപ്പറേഷനായി അടയാളപ്പെടുത്തുന്നുവെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. അതേസമയം ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടിക്കിടയിൽ 2000 LB ബോംബുകളുടെ വിതരണം ബൈഡൻ ഭരണകൂടം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ പ്രസിഡന്റ് ട്രംപാണ് ജനുവരി 25-ന് യുദ്ധോപകരണങ്ങളുടെ കയറ്റുമതി പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഖീന ന്യൂസ്.